ഹലോ എവരി വൺ. സോ ജെഇ മെയിൻ്റെ ക്വസ്റ്റ്യൻസ് ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ അതിൽ January 24 നടന്ന ഷിഫ്റ്റ് 1 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ we are moving to question number 1. കൺസിഡർ എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ ഓഫ് ഏരിയ എ. കപ്പാസിറ്റർ എന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ചാപ്റ്റർ വന്നിരിക്കുന്നത് ഏതാ മക്കളെ? അത് ഏത് ചാപ്റ്റർ എന്നാണ് ഈ ചോദ്യം ഫ്രെയിം ചെയ്തിരിക്കുന്നത്? ഓഫ് കോഴ്സ് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ് എന്നുള്ള ചാപ്റ്റർ എന്നാണ് അല്ലേ? പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ്. സോ പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ് എന്നുള്ള ചാപ്റ്ററിൽ നിന്ന് ഏത് ഏരിയ എന്നാണ് ഈ ചോദ്യം ഫ്രെയിം ചെയ്തിരിക്കുന്നത്? Area A of each plate and separation D between the plates. If E is the electric field and epsilon 0 is the permittivity of free space between the plates, the potential energy stored in the capacitor. Capacitor സ്റ്റോർ ചെയ്യുന്ന പൊട്ടൻഷ്യൽ എനർജി എന്നുള്ള ടൈമാണ് നമ്മുടെ കോൺസെപ്റ്റ്. സോ നിങ്ങളെ മനസ്സിലേക്ക് വരേണ്ട കാര്യം, കപ്പാസിറ്ററിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന സ്റ്റോറിൻ്റെ പൊട്ടൻഷ്യൽ എനർജിക്ക് നമ്മൾ പഠിക്കുന്ന ഇക്വേഷൻ. അപ്പോൾ സബ് ടോപ്പിക്കിൽ വരികയാണെങ്കിൽ ഏതാ ഏരിയ വരിക? കപ്പാസിറ്ററിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻസ് നിങ്ങളെ മനസ്സിലേക്ക് വരണം. ഹാഫ് ക്യൂ വി ഓർ ഹാഫ് സി വി സ്ക്വയർ ഓർ ക്യൂ സ്ക്വയർ ഡിവൈഡ് ബൈ 2c. ഇതാണ് നമ്മൾ പഠിച്ചിരിക്കുന്ന കപ്പാസിറ്ററിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ. സോ സബ് ടോപ്പിക്കിലേക്ക് വരുന്ന സമയത്ത് എനർജി സ്റ്റോറിൻ്റെ കപ്പാസിറ്റർ. അപ്പോൾ നമ്മൾ ഏതൊക്കെ ഏരിയാസ് ആണ് ചോദ്യങ്ങൾ വന്നതെന്ന് വ്യക്തമായി മനസ്സിലാക്കണം. എനർജി സ്റ്റോറിൻ്റെ കപ്പാസിറ്റർ. സോ നിങ്ങൾ നോക്കുക, ഇതാണ് നമ്മുടെ എനർജി സ്റ്റോറിൻ്റെ കപ്പാസിറ്റർ നമ്മൾ പഠിക്കുന്ന ഇക്വേഷൻ. പക്ഷേ ഓപ്ഷൻ നോക്കുമ്പോൾ ഹാഫ് എപ്സിലോൺ 0 E സ്ക്വയർ ഇൻറ്റു AD, 3/4 എപ്സിലോൺ 0 E സ്ക്വയർ AD. എപ്സിലോൺ 0 E സ്ക്വയർ എന്നുള്ള ടൈമാണ് നമ്മുടെ ഓപ്ഷനിൽ കാണുന്നത്. നമ്മൾ പഠിച്ച ചോദ്യമാണ്. എന്താണത്? എനർജി ഡെൻസിറ്റിയിൽ നിന്ന് എനർജി സ്റ്റോർഡ് കണ്ടുപിടിക്കാൻ, അതായത് സ്റ്റോർ ചെയ്തിരിക്കുന്ന പൊട്ടൻഷ്യൽ എനർജി കണ്ടുപിടിക്കാനാണ് ചോദ്യം. സോ അടുത്ത പോയിന്റ് എനർജി ഡെൻസിറ്റിയാണ്. അതായത് നമ്മൾ ഈ പഠിച്ചിരിക്കുന്ന ഡയറക്റ്റ് ചോദ്യമല്ല, എന്നാൽ എന്താ ചോദിച്ചിരിക്കുന്നത്? എനർജി ഡെൻസിറ്റി എന്നുള്ള കോൺസെപ്റ്റിൽ നിന്നാണ് നമ്മൾ ഈ ചോദ്യത്തിലേക്ക് എത്തിയിരിക്കുന്നത്. സോ വാട്ട് ഇസ് എനർജി ഡെൻസിറ്റി? എനർജി ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എനർജി സ്റ്റോർഡ് പെർ യൂണിറ്റ് വോളിയം. അതിൻ്റെ വാല്യൂ ആണ് മക്കളെ ഹാഫ് വി എപ്സിലോൺ 0 E സ്ക്വയർ. സോ ഇവിടെ ചോദിച്ചിരിക്കുന്ന എനർജി സ്റ്റോർഡ് ഇൻ ടേംസ് ഓഫ് എനർജി ഡെൻസിറ്റി ആണ്. സോ എനർജി സ്റ്റോർഡ് എന്ന് പറഞ്ഞാൽ ഹാഫ് എപ്സിലോൺ 0 E സ്ക്വയർ ഇൻറ്റു വോളിയം. വാട്ട് ഇസ് വോളിയം ഹിയർ? വോളിയം എന്ന് പറഞ്ഞാൽ എപ്പോഴും ഓർക്കുക AD ആണ്. സോ എനർജി സ്റ്റോർഡിനെ AD കൊണ്ട് നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ചെയ്താൽ കിട്ടുന്നതാണ് എന്ത്? എനർജി ഡെൻസിറ്റിയെ AD കൊണ്ട് നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ചെയ്താൽ കിട്ടുന്നതാണ് എന്ത്? എനർജി സ്റ്റോർഡ് ഇൻ ദ കപ്പാസിറ്റർ. സോ ദ ആൻസർ ഈസ് ഹാഫ് എപ്സിലോൺ 0 E സ്ക്വയർ ഇൻറ്റു AD. താങ്ക് യു.